ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ നിർമ്മാതാക്കളാണ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്. സിനിമാ നിർമ്മാണ രംഗത്ത് 10 വർഷം പിന്നിടുന്ന വേളയിൽ സംവിധായകൻ അൻവർ റഷീദുമൊത്ത് ഒരു സിനിമ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരുന്നു. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ അൻവറും ഒരുമിക്കുന്ന സിനിമയായിരുന്നു ഇത്. ചിത്രത്തിൽ മോഹൻലാലാണ് നായകനായി എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ അതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവായ സോഫിയ പോൾ. അൻവർ റഷീദുമായി സിനിമ ഡിസ്കഷൻ നടക്കുകയാണെന്നും എന്നാൽ അതിൽ നായകൻ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും സോഫിയ പോൾ പറഞ്ഞു. ഛോട്ടാ മുംബൈക്ക് ശേഷം അൻവർ റഷീദ് മോഹൻലാൽ കോംബോ നമുക്ക് വലിയ ഇഷ്ടമാണ്. തീർച്ചയായും അൻവർ റഷീദുമായി ഞങ്ങളൊരു സിനിമ ചെയ്യുന്നുണ്ട്. നിലവിൽ അതിൻ്റെ ഡിസ്കഷനിലാണ്. ആദ്യം എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു കഥയിലേക്ക് എത്തിച്ചേരണം. എന്നിട്ട് ആരാണ് അഭിനയിക്കുന്നതെന്ന് തീരുമാനിക്കാം. തീർച്ചയായും ലാലേട്ടൻ ആദ്യ ചോയ്സായി തന്നെ മനസ്സിലുണ്ട്. പക്ഷെ ഞങ്ങൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അടുത്ത വർഷം അതൊരു പ്രോജക്റ്റ് ആക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ എന്ന് സോഫിയ പോൾ പറഞ്ഞു. 2020 പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ ചിത്രമായ ഡാൻസാണ് അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. സമ്മിശ്ര പ്രതികരണം നേടിയ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതേസമയം ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഡിറ്റക്ടീവ് ഉജ്ജ്വലനാണ് ഇനി വീക്കെൻഡ് ഡേയ്സ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പുറത്തിറങ്ങാനുള്ള സിനിമ. മിന്നൽ മുരളിക്ക് ശേഷം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗമായി പുറത്തിറങ്ങിയ ചിത്രമാണിത്. ചിത്രം മെയ് 23-ന് പുറത്തിറങ്ങും. ധ്യാൻ ശ്രീനിവാസനൊപ്പം സിജു വിൽസൺ, കോട്ടയം നസീർ, റോണി ഡേവിഡ് വിൽസൺ, രാജ്, സീമാജി നായർ കൂടാതെ സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകർ ശ്രദ്ധ പിടിച്ചുപറ്റിയ അമീൻ, നിഹാൽ നിസാം, നിബാസ്, നൗഷദ്, ഷാബു നവാസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്.